ഡൽഹിയിൽ IS ഭീകര പദ്ധതി തകർത്ത് സുരക്ഷാ സേന. സംഭവത്തിൽ 2 ഭീകരരെ പിടികൂടി. ചാവേർ ആക്രമണത്തിന് തയ്യാറായവരാണ് പിടിയിലായത്. ഭീകരരുടെ പക്കൽ നിന്നും ആയുധങ്ങൾ പിടിച്ചെടുത്തു. इस ऑपरेशन में इन दोनों के पास से काफी इंक्रिमिनेटिंग मटेरियल मिला है, जिसमें जो ये IS को बैद दी थी, बैद देना मतलब एलिजेंस की उनकी प्रक्रिया होती है, वॉ ऑफ एलिजेंस, उसका वीडियो रिकवर किया है। IS का वो झंडा जिसका इस्तेमाल करके बैत ली गई थी, वो कपड़े जिनको पहन के बैत दी गई थी, प्लस इनके पास से इंक्रिमिनेटिंग लैपटॉप में इंक्रिमिनेटिंग डेटा है, पेन ड्राइव्स हैं और कुछ घड़ी वगैरह मिली है जिससे टाइमर बनाने की कोशिश में थे। डू इट योरसेल्फ टाइप का वीडियो इनके पास में है, उस तरह की चीजें इनके पास में है, जिससे ये एक IED बनाने के प्रोसेस में थे, स्टार्ट करने वाले थे और उसका इस्तेमाल करने वाले थे। और उन जगहों की रेकी भी की है और उनमें से एक जगह का फोटोग्राफ भी मिला है जहां ये ब्लास्ट करने वाले थे। വിവരങ്ങളുമായി ജിഷ്ണു ചേരുന്നുണ്ട്. ജിഷ്ണു, ഈ ഭീകരന്മാരുടെ ഒരു വലിയ പദ്ധതി നമ്മുടെ ഭാരതത്തിന്റെ സുരക്ഷാ സേന തകർത്തെറിഞ്ഞിരിക്കുന്നു. എന്തായിരുന്നു ഈ ഭീകരന്മാരുടെ ലക്ഷ്യം? അശ്വതി, ദീപാവലി ആഘോഷങ്ങൾക്കിടെ രാജ്യതലസ്ഥാനത്ത് തിരക്കേറിയ ഇടങ്ങളിൽ ചാവേർ ആക്രമണം നടത്താനാണ് ഇവർ പദ്ധതിയിട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഡൽഹിയിലും ഭോപ്പാലിലും നടത്തിയിട്ടുള്ള പരിശോധനകൾക്ക് ശേഷമാണ് ഇപ്പോൾ 2 ഭീകരരെ പിടികൂടിയത്. ഇവർക്ക് ISIS ഭീകര സംഘടനയുമായി ബന്ധമുണ്ട്, കൃത്യമായിട്ടുള്ള പരിശീലനം ലഭിച്ചിരുന്നു. 2 പേർക്കും 20 വയസ്സാണ്, 20 വയസ്സിന് താഴെ മാത്രമാണ് പ്രായമുള്ളത് എന്നുള്ളതാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം. കഴിഞ്ഞ മാസം സുരക്ഷാ ഏജൻസികൾ നടത്തിയിട്ടുള്ള പരിശോധനയിൽ ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും രാജസ്ഥാനിൽ നിന്നുമായി 5-ലധികം ഭീകരരെ പിടികൂടിയിരുന്നു. ഇവരുടെ ഫോൺ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദമായ പരിശോധന നടത്തിയിരുന്നു. കൂടാതെ ദീപാവലി ആഘോഷവുമായി ബന്ധപ്പെട്ട രാജ്യതലസ്ഥാനത്ത് പ്രത്യേക പരിശോധനയും നിരീക്ഷണവും നടത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2 ഭീകരരെ പിടികൂടിയിട്ടുള്ളത്. IS ഭീകരവാദ ബന്ധമുള്ള ഇവർ രാജ്യത്തിനകത്ത് രാജ്യതലസ്ഥാനത്ത് ഈ ആഘോഷ പരിപാടികൾക്കിടെ സ്വയം പൊട്ടിത്തെറിക്കുന്നതിന് അത് ആയുധങ്ങൾ തയ്യാറാക്കി വെച്ചുകൊണ്ടും സ്ഫോടക വസ്തുക്കളും തയ്യാറാക്കിയിരുന്നു. ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ സെൽ വ്യക്തമാക്കിയത് ഇവരിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. രാജ്യത്ത് ഇതിനോടകം തന്നെ നിരവധി ഭീകരാക്രമണ പദ്ധതികളാണ് നമ്മുടെ സുരക്ഷാ സേന തകർത്തിട്ടുള്ളത്. IS ഭീകരവാദ സംഘടനയുമായി ബന്ധപ്പെട്ടും പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ടും രാജ്യത്തിനകത്ത് വിവിധ തരത്തിലുള്ള വികരണവാദ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സ്ഫോടനം ഉൾപ്പെടെയുള്ള ഭീകരാക്രമണങ്ങൾ എന്ത് തരം ആയുധങ്ങളാണ് പിടിച്ചെടുത്തത്? അശ്വതി, സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ പോലീസ് നൽകുന്ന വിവരപ്രകാരം ഇവർ പൊതു ഇടങ്ങളിൽ, തിരക്കേറിയിട്ടുള്ള പൊതു ഇടങ്ങളിൽ ചാവേർ ആക്രമണം നടത്താനാണ് ഉദ്ദേശിച്ചത് എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ ഇവർ ശേഖരിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വിദേശ രാജ്യങ്ങളിൽ IS നടപ്പാക്കുന്ന രീതിയിൽ ചാവേർ ആക്രമണത്തിന്, രാജ്യതലസ്ഥാനത്ത് ചാവേർ ആക്രമണത്തിന് IS പദ്ധതിയിട്ടു എന്നാണ് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ വ്യക്തമാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് ഒരു ഡൽഹി സ്വദേശിയും ഒരു മധ്യപ്രദേശ് സ്വദേശിയുമാണ്. ഇരുവർക്കും ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനുൾപ്പെടെയുള്ള ഭീകര പരിശീലനം ലഭിച്ചിരുന്നു. അത്തരത്തിൽ രാജ്യത്തിനകത്ത് രാജ്യതലസ്ഥാനത്ത് ചാവേർ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടവരെയാണ് പിടികൂടിയത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ഇവർക്ക് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ലഭ്യമായ എവിടെ നിന്നാണ്, അത് ആരെത്തിച്ചു നൽകി, ഏതെങ്കിലും തരത്തിൽ എന്തെല്ലാം സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് തുടങ്ങിയ സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം സുരക്ഷാ ഏജൻസികൾ നടത്തി വരികയാണ്. അശ്വതി, ജിഷ്ണുവാണ് വിശദ വിവരങ്ങൾ നൽകിയത്.